الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിലാണ്. ഒരു കോവർ കഴുതപ്പുറത്താണ് നബി യാത്ര ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനുചരന്മാരുണ്ട്. ബനു നജാറുകാരുടെ ഒരു തോട്ടത്തിന്റെ അരികിലെത്തിയപ്പോൾ നബി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കഴുത അത് വല്ലാത്തൊരു വിഭ്രാന്തി കാണിക്കുകയാണ്. അത് പേടിച്ച് വരണ്ട് വഴി മാറിപ്പോകാൻ നോക്കുന്നു. അതിൻ്റെ മുതുകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴെയിടാൻ ശ്രമിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയപ്പോൾ അവിടെ 4, 5, 6 ഖബറുകളുണ്ട്. അങ്ങനെയാണ് ഹദീസിൽ വന്ന പ്രയോഗം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആല ഉദ്ധരിക്കുന്ന സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കാണ്, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അക്ബർ, ആർക്കാണ് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരെ പരിചയമുള്ളത്? ഇത് ആരുടെ ഖബറുകളാണ്? അപ്പൊ കൂടെയുള്ള ഒരു സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് അവരെ പരിചയമുണ്ട്. ഫമതാ മാതു, അവരെപ്പോഴാണ് മരിച്ചത്? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, മാതു ഫിൽ ഇഷ്റാഖ്, നബി അവര് ഷിർക്കിലായിക്കൊണ്ട് മരിച്ച ആൾക്കാരാണ്, ജാഹിലിയത്തിൽ മരിച്ചവരാണ്, മുസ്ലിങ്ങളായിട്ടില്ല. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തലാ ഫി ഖുബൂരിഹാ, തീർച്ചയായും എൻ്റെ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദീ അസ്മഉ മിൻഹു, നിങ്ങൾ മറമാടുകയില്ല എന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഖബറിന്റെ ശിക്ഷയുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുവാൻ, ഞാൻ കേൾക്കുന്ന ശബ്ദം നിങ്ങളെയും കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ വാപ്പ മരിച്ചു കഴിഞ്ഞാല് മക്കൾ കൊണ്ടുപോയി മറമാടുകയില്ല, ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ ഖബറടക്കുകയില്ല, പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഖബറിൽ കൊണ്ടുപോയി വെക്കൂല എന്നുള്ള പേടി കാരണമാണ്
ആ ഖബറിന്റെ ശിക്ഷയുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ കാരണം എന്നാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിന്റെ ഗൗരവമാണ്. എന്നിട്ട് നബി സ്വഹാബിമാരിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, തഅവ്വദു ബില്ലാഹി മിൻ അദാബിന്നാർ. സ്വഹാബ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ വമാ ളഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷവും പരോക്ഷവുമായ ഫിത്നകളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ശരിക്ക് ഖബർ, മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് സീരിയസ് ആയിട്ട് നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരണം എന്ന വാതിലിനപ്പുറം നമുക്ക് കടന്നു പോകാനുള്ള ലോകത്തെ പറ്റിയും യാത്രയെ പറ്റിയും ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? മീസാൻ കല്ലിന്റെ ചുവട്ടിലെ കൂരിരുട്ടിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മുടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാൻ പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. നന്മകളിൽ മുന്നേറുവാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ ആ ഖബർസ്ഥാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, നമ്മളെ സഹായിക്കുന്നില്ല എങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതം ശരിക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് 2 ജൂത പെണ്ണുങ്ങൾ വന്നു. അവർ വന്ന് അവരുടെ സംസാരത്തിനിടക്ക് അവർ പറഞ്ഞു, ഖബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടും. അപ്പൊ ആയിഷ ബീവി ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ ഉമ്മ അത് വിശ്വസിച്ചില്ല. അവര് വെറുതെ പറയാമെന്നാ വിചാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ വിവരം പറഞ്ഞു, നബിയെ 2 വൃദ്ധരായ ജൂത പെണ്ണുങ്ങൾ എന്റെ അടുക്കൽ വന്നിരുന്നു. അവര് സംസാരിച്ചപ്പോ പറഞ്ഞത് ഖബറിൽ വെച്ച ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സദഖത, അവർ 2 പേരും പറഞ്ഞത് സത്യമാണ്. ഇന്നഹും യുഅദ്ദബൂന അദാബൻ തസ്മഉഹുൽ ബഹായിമു കുല്ലുഹാ. തീർച്ചയായും ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ ആയിഷ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ആ ശിക്ഷയുടെ ശബ്ദം എല്ലാ നാൽക്കാലികളും കേൾക്കുന്നുള്ളതാണ്. മനുഷ്യന്മാര് കേൾക്കുന്നില്ല. മനുഷ്യന്മാര് കേൾക്കാത്തത് പലതും ഇവിടെയുള്ള മൃഗങ്ങൾ കേൾക്കുന്നുണ്ട്, ഇവിടെയുള്ള പക്ഷികൾ അറിയുന്നുണ്ട്. എന്നിട്ട് ആയിഷ ബീവി പറയുന്നുണ്ട്, ഈ സംഭവത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ നിസ്കാരത്തിലും ഖബറിലെ ശിക്ഷയിൽ നിന്ന് അഭയം ചോദിക്കാതിരുന്നിട്ടില്ല എന്നാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച എല്ലാ നിസ്കാരങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം ചോദിച്ചൊരു വിഷയമാണ് ഖബറിലെ ശിക്ഷ എന്നത്. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ പറ്റി കേട്ടാൽ കരയുന്നാണ്. ഹത്താ തബുല്ല ലിഹ്യതുഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടി രോമങ്ങൾ നനയുന്നാണ് ഖബറിനെ പറ്റി കേട്ട് കരഞ്ഞിട്ട്. അപ്പൊ കൂടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, തദ്കുറുൽ ജന്ന വന്നാർ, സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്, അവിടെ നിങ്ങൾ കരയുന്നില്ലല്ലോ. വതബ്കി മിൻ ഹാദിഹി, എന്നാൽ ഖബറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കരയുന്നത് ഞങ്ങൾ കാണുന്നു. എന്താണ് അതിന്റെ കാരണം? അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ. തീർച്ചയായും ഖബർ എന്നത് ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ വീടാണ്. ഫഇൻ നജാ മിൻഹു, ആരെങ്കിലും അവിടെ രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസർ, അതിനുശേഷം അവൻക്ക് വരാനുള്ളതൊക്കെ എളുപ്പമാണ്. എന്നാൽ ആരെങ്കിലും അവിടെ കുടുങ്ങിപ്പോയാൽ അതിനുശേഷം വരാനുള്ളതൊക്കെ നല്ല ഇടങ്ങറായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖബറിനെ പറ്റി കേൾക്കുമ്പോൾ, നരകത്തെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിയിട്ടും കേൾക്കുന്ന സമയത്ത് കരയാത്ത വിധം ഞാൻ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഖബറിലെ ശിക്ഷ എന്നത് സത്യാണ്. ഈ ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കുന്ന ഒരു ടീമുണ്ട്. ഓർക്കെല്ലാം ഓരോ ബുദ്ധി കൊണ്ടാണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാകണം. അവരാണ് ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്നത്. ഞങ്ങളാരും ഒരു ഖബർ തുറന്നാല് ആ ഖബറിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് കാണുന്നില്ലല്ലോ. ഖബർ തുറന്നാൽ അവിടെ മയ്യത്തില്ലല്ലോ, മയ്യത്ത് മരിച്ച് മണ്ണിന്റെ ഭാഗമായി തീർന്നിട്ടില്ലേ, പിന്നെ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നാണ് ചോദിക്കാൻ. ഇപ്പൊ ഖുർആനിൽ
സൂറത്തുൽ ബക്കറയുടെ 1-ാമത്തെ പേജ് അറിയാത്ത ആരാ അവിടെ ഉള്ളത്? ആരുമില്ല. 1, 2, 3 ആയത്തുകൾ വെറുതെ നമ്മൾ മനസ്സിലോതി നോക്കുക. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, ഈ ഖുർആനാകുന്നു ഗ്രന്ഥം, അത് മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ്. എന്നിട്ട് ആ മുത്തഖീങ്ങളുടെ 1-ാമത്തെ പ്രത്യേകതയായിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ കൺമുമ്പിൽ ഒരു സംഗതി കണ്ടിട്ട് അത് വിശ്വസിക്കുക എന്നുള്ള വലിയ സംഭവമല്ല. അത് അള്ളാഹു അറിയിച്ചെന്നതാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചെന്നാണ്. അത് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും, എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിലും അതെന്റെ റബ്ബ് പറഞ്ഞതാണ്. എന്റെ റബ്ബ് അയച്ച അവസാനത്തെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അറിയിച്ചെന്നതാണ്. അത് ഞാൻ സത്യപ്പെടുത്തും, അത് ഞാൻ വിശ്വസിക്കും. നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ആൾക്കാരല്ലേ? എന്താ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം? ആ ഷഹാദത്ത് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ച ഒരു കാര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അറിയിച്ചിരുന്നത് അത് ഞാൻ സത്യപ്പെടുത്തിയിരിക്കും. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം. ഇനിയിവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ 2 നിലക്കാണ് വരിക. 1 മുത്തവാത്തിറായിട്ടാണ്, 2 ആഹാദായിട്ടാണ്. ഈ 2 നിലക്ക് ഹദീസുകൾ സ്ഥിരപ്പെടും. അതിൽ ആഹാദായിട്ടാണ് ഒരു ഹദീസ് വന്നത് എങ്കിലാണ് അത് ദഈഫാണോ സ്വഹീഹാണോ എന്ന ചർച്ച തന്നെ ഉള്ളത്. ഒരു സംഗതി മുത്തവാത്തിറായിട്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ പിന്നെ അവിടെ അത് ദഈഫാണോ സ്വഹീഹാണോ എന്നുള്ള ചർച്ച തന്നെ ഇല്ല. അത് അതേപോലെ സ്വീകരിക്കണം. അപ്പൊ നബിയിൽ നിന്ന് ഒരു വിഷയം സ്ഥിരപ്പെടുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നിലക്കായിരിക്കും സ്ഥിരപ്പെട്ടിട്ടുണ്ടാവുക. അദാബുൽ ഖബറിന്റെ വിഷയത്തിൽ വന്ന ഹദീസുകൾ മുത്തവാത്തിറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ് അദാബുൽ ഖബർ എന്നത്. ഇനി ഈ മനുഷ്യന്മാര് പറയുന്നത് കേട്ടാ തോന്നുക ഇവര് ബാക്കി വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കൺമുമ്പിൽ കാണുന്നതാണ്. ഇപ്പൊ കാഫിറുകളായ ആളുകളുടെ റൂഹിനെ മലക്കുൽ മൗത്തും കൂട്ടരും വലിച്ചെടുക്കുന്നത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. വലൗ തറാ ഇദ് യതവഫൽ ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ആ മലക്കുകൾ കാഫിറുകളായ മനുഷ്യന്മാരുടെ റൂഹ് പുറത്തെടുക്കുമ്പോൾ അവരുടെ മുഖത്തും മുതുകത്തൊക്കെ തല്ലുന്നുണ്ട് എന്നാ പറഞ്ഞത്, പ്രഹരിക്കുന്നുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ഇതുവരെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? അവരെ മുമ്പിൽ കിടന്നിട്ട് ഒരു കാഫിറായ മനുഷ്യൻ മരിക്കുന്നുവെങ്കിൽ അയാളുടെ റൂഹിനെ പിടിക്കുമ്പോൾ അയാളുടെ മുഖത്തും അയാളുടെ മുതുകിലും മലക്കുകൾ തല്ലുന്നുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നില്ല. അപ്പൊ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതും നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നതും മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഓൻക്ക് ദീൻ അനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റൂല എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് വലാ തുൻകിറൻ ജഹ്ലൻ നകീറൻ വമുൻകറ വലൽ ഹൗദ വൽ മീസാന ഇന്നക തുൻസഹു. നമ്മുടെ അറിവില്ലായ്മ കാരണം നമ്മൾ മുൻകറിനെയും നക്കീറിനെയും നിഷേധിക്കാൻ പാടില്ല. വലൽ ഹൗദ വൽ മീസാന ഇന്നക തുൻസഹു. നമ്മുടെ അറിവില്ലായ്മ കാരണം, ജഹ്ല് കാരണം നമ്മൾ ഹൗദും മീസാനും ഒന്നും നിഷേധിക്കാൻ പാടില്ല. അള്ളാഹു തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന്, പ്രമാണങ്ങളെ നിഷേധിക്കുന്നതിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെ നിസാരമായിട്ട് കാണുന്ന ചില സംഗതികളിലാണ് നാളെ ഖബറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നതെന്നുള്ളതാണ് ഒരു സത്യം. നമ്മുടെ മനസ്സിൽ ആ തെറ്റ് വളരെ ചെറുതാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ 2 ഖബറുകൾക്കിടയിലൂടെ നടന്നു പോവാൻ, 2 ഖബറുകൾക്കരികിലൂടെ നബി നടന്നു പോവാൻ. കൂടുതൽ സ്വഹാബിമാരുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഖബറിന്റെ അരികിൽ നിന്നിട്ട് സ്വഹാബിമാരോട് പറയാണ്, ഇന്നഹുമാ ലയുഅസ്സബാൻ. ഈ ഖബറിൽ കിടക്കുന്ന 2 മനുഷ്യന്മാര് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅസ്സബാനി ഫീ കബീർ. വലിയൊരു തെറ്റിന്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വലിയൊരു തിന്മയായി, തെറ്റായി, പ്രശ്നമായിട്ട് കാണുന്ന ഒരു വിഷയത്തിലല്ല അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ വിഷയം വളരെ ഗൗരവമാണ്. എന്നിട്ട് ആ 2 മനുഷ്യന്മാരുടെ പ്രശ്നം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി. അതിൽ ഒരാള്
മൂത്രമൊഴിക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തിലും വസ്ത്രത്തിലൊന്നും നജസാകാതിരിക്കാൻ ശ്രദ്ധിക്കാത്ത ആളാണ്. അയാൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളുടെ ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് മൂത്രം തെറിക്കാതിരിക്കാൻ, നജസ് ആവാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കാറില്ല. അത് വലിയൊരു സംഭവമായിട്ട് അയാൾക്ക് തോന്നിയിട്ടില്ല. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖബറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്നറിയോ? ഇന്ന ആമത അദാബിൽ ഖബർ മിനൽ ബൗൽ. മൂത്രത്തിന്റെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫതനസ്സഹു അൻഹു. അതുകൊണ്ട് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്ക് വൃത്തിയാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഒക്കെ വസ്ത്രം, അതൊക്കെ നല്ല നിലക്ക് ശരിക്കൊന്ന് ഇരുന്ന് മൂത്രമൊഴിക്കാനും വസ്ത്രത്തിലേക്കും ശരീരത്തിലേക്കും ഒന്നും തെറിക്കാതിരിക്കാനുള്ള നിലക്കുള്ളതാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ ഒരാളുടെ പ്രശ്നം എന്താണ്? ഫകാന യംശി ബിൻ നമീമ. അയാൾ നമീമത്തുമായി നടക്കുന്നവനാണ്. എന്താ നമീമത്ത് എന്ന് പറഞ്ഞാല്? പച്ച മലയാളത്തിൽ പറഞ്ഞാല് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. ഇമാം നവവി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, അവിടുന്ന് കേട്ടത് ഇവിടെ പറഞ്ഞു കൊടുക്കുക, ഇവിടുന്ന് കേട്ടത് അവിടെ പറഞ്ഞു കൊടുക്കുക. എന്തിനാണ്? അലാ വജ്ഹിൽ ഇഫ്സാദ്. അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ, രണ്ടാളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഒരാളെടുത്ത് കേട്ടത് വേറൊരാളടുത്ത് പോയി പറഞ്ഞു കൊടുക്കുക, അയാളെടുത്ത് കേട്ടത് ഇവിടെ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഓരോ രണ്ടാളെയും പരസ്പരം തെറ്റിക്കുക, ഓർക്കിടയിൽ പിത്തന ഉണ്ടാക്കുക. ഇതാണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ. അത് നല്ല രസമാണ് സംഭവം. രണ്ടാൾക്കാരാണ്ട് തെറ്റിച്ചിട്ട് ഒരു രണ്ടാളും പിണങ്ങി നടക്കുന്നത് കാണാൻ ഒരു രസം. വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അത്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. നമീമത്തുമായി നടക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നടക്കുന്നത്. എന്താ കാരണം? ഈ നമീമത്താണ് പ്രശ്നം. അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ പ്രശ്നം. എന്താ വിഷയം? നമീമത്താണ്. അമ്മായിമ്മ പറഞ്ഞു ഇവിടെ മരുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, മരുമക്കൾ പറഞ്ഞു അമ്മായിമ്മക്ക് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഓർക്ക് ഉണ്ടാക്കുക, ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുക. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കണ്ടാ മിണ്ടുന്നില്ല, സലാം പറയുന്നില്ല, മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. എന്താ? വേറൊരുത്ത അതിന്റെ ഇടയിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ബാപ്പാനി മക്കളെയും തെറ്റിക്കുക, കൂടപ്പിറപ്പുകളെ തെറ്റിക്കുക, കൂട്ടുകാരെ പിണക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. അല്ലാഹുവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ കൂട്ടരെ, നിങ്ങൾ നല്ലത് പറഞ്ഞോളി, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോളി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആ നമീമത്ത് എന്നുള്ള ഏർപ്പാടുണ്ടല്ലോ, നമ്മൾ മുമ്പ് സ്കൂളിലൊക്കെ പഠിച്ച കുട്ടന്റെയും മുട്ടന്റെയും കഥയില്ലേ, ഓരോ പരസ്പരം തമ്മിൽ തല്ലിച്ചിട്ട് ചോര കുടിക്കാൻ വരുന്ന കുറുക്കൻ, ആ കുറുക്കന്റെ പണിയാണ് നമീമത്തുകാരന്റെ പണി. അത് വളരെ ഗൗരവത്തിൽ ഖുർആനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. അതുകൊണ്ട് ആ ഒരു ഏർപ്പാട് നമ്മുടെ ഭാഗത്തു നിന്നില്ല എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടി, ഒരുപാട് മാർഗങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഓരോ നിസ്കാരത്തിലും നമ്മൾ തശഹുദ് കഴിഞ്ഞാൽ, സ്വലാത്ത് കഴിഞ്ഞാൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അഭയം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് കുല്ല ലൈലത്തിൻ. ആരെങ്കിലും എല്ലാ രാത്രിയിലും തബാറകല്ലദീ ബിയദിഹിൽ മുൽക്, സൂറത്തുൽ മുൽക്ക്, ഖുർആനിലെ 67-ാമത്തെ അധ്യായം, 30 ആയത്തുകളുള്ള സൂറത്ത്, ആ സൂറത്ത് ഓതുകയാണെങ്കിൽ മനഅഹുല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ. അല്ലാഹു ആ മനുഷ്യനെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ സൂറത്തുൽ മുൽക്കിന് പറഞ്ഞിരുന്ന പേര് അൽ മാനിഅ എന്നാണ്. ഖബറിലെ ശിക്ഷയിൽ നിന്നുള്ള ഒരു സംരക്ഷണം എന്ന നിലക്ക് തടുക്കുന്നത് എന്ന അർത്ഥത്തിൽ അൽ മാനിഅ എന്ന് സൂറത്തുൽ മുൽക്കിനെ ഞങ്ങൾ വിളിച്ചിരുന്നു എന്നാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം. 30 ആയത്തുകളേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് എടുത്താൽ നമുക്ക് ഓതാൻ കഴിയുന്നതാണ് സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഓതാതെ
രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നും സഹാബിമാർ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ സൂറത്തുൽ മുൽക്ക് എന്നുള്ളത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്കുള്ള ഒരു സംരക്ഷണമാണ്. അത് ദിവസവും ഓതുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കുക. നന്മകളിൽ മുന്നേറുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.